ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി ഒരു രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു തക്കാളി രസം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്രം ചോറിനാട്ടോ, അത്ര ടേസ്റ്റാണ്. പിന്നെ ദഹന പ്രശ്നമുള്ളവർക്കൊക്കെ ഇതുപോലത്തെ ഒരു കറി കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ ഇതിന് വേണ്ടി ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്, ഒരു 10-12 വെളുത്തുള്ളി. അപ്പോൾ ഗ്യാസ് പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് നല്ലതാണല്ലോ. അപ്പോൾ അതൊന്ന് ചതക്കി എടുക്കുക കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയിട്ട് ഞാൻ ചതക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ചതക്കി മിക്സിയിൽ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കായും കൂടിയിട്ട് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ, അതും കൂടി ഇട്ടുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ആവശ്യത്തിന് കുറക്കട്ടെ. അതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നന്നായി മിക്സിയിൽ അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാനൊരു 3 തക്കാളിയും കൂടി എടുക്കുന്നുണ്ട്. ഈ തക്കാളി നന്നായി വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുത്താണ് കേട്ടോ. ഇനി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഒന്നെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് അത് നന്നായി ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളി നന്നായി പേസ്റ്റ് പോലെ ആവണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ രീതിയിലാവണം കേട്ടോ. മിക്സിയിൽ അടിക്കണമെങ്കിൽ അതിലും നല്ലത് കേട്ടോ. അപ്പോൾ ഇനിയൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ആയ ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ ചതക്കിയതുണ്ടല്ലോ, അതിട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാലക്കൂട്ടുണ്ടല്ലോ, അതൊന്നും അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായി അതിൻ്റെ മസാലയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഞാൻ ആ മിക്സി കഴുകിയ വെള്ളം തന്നെ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ മസാലയുടെ. അപ്പോൾ അത് നന്നായി ഒന്ന് മസാലയുടെ പച്ചമണം മാറണ വരെ അതൊന്നും ഇങ്ങനെ വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ തക്കാളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ഓൾറെഡി കുക്കായതാണല്ലോ, നമ്മൾ മുന്നേ വേവിച്ച് വെച്ചതായ കാരണം അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ തക്കാളി വേവാനൊന്നുമില്ല. അപ്പോൾ ആ തക്കാളിയുടെ ഒരു പച്ചച്ചോയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറി കിട്ടും കേട്ടോ അങ്ങനെ വേവിക്കുമ്പോൾ. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്, അതൊന്ന് ലൂസാക്കി എടുക്കാം. ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു കഷ്ണം പുളിയാണ്, അതും കൂടി ചേർക്കുന്നുണ്ട് ഒരു പുളിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ പുളി. ഇനി മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്, കഴിക്കാനും രസമാണ്. നല്ല രസമുള്ള രസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രസം ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിലേക്കും ടേക്ക് കെയർ, ബൈ ബൈ.